ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഓപ്പൺ ക്ലോസ്ഡ് റൈനോപ്ലാസ്റ്റിയെ കുറിച്ചാണ്. ഞങ്ങൾക്ക് ഫോൺ കോളിലെല്ലാം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തുവായി ഓപ്പൺ, എന്തുവായി ക്ലോസ്ഡ് റൈനോപ്ലാസ്റ്റി. ഈ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ് റൈനോപ്ലാസ്റ്റിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മുടെ മൂക്കിന്റെ നടുക്ക് വശത്ത് മൂക്ക് സർജറിക്ക് പോകാൻ വേണ്ടി ചെറിയൊരു കട്ടിടും, അതാണ് ഓപ്പൺ റൈനോപ്ലാസ്റ്റി. അത് ഇടാത്ത കേസുകളാണ് ക്ലോസ്ഡ് റൈനോപ്ലാസ്റ്റി. പിന്നുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഏതൊക്കെ കേസിലാണ് നമുക്ക് മൂക്കിന് സർജറി ചെയ്യാൻ പറ്റുന്നത്. കോമൺ ആയിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത കേസിന് ഹമ്പ്, മൂക്കിന്റെ പാലത്തിന് ഒരു എന്താ പറയുന്ന ഒരു കുനുപ്പ് പോലെ കാണും, അല്ലെങ്കിൽ പൊങ്ങിയിരിക്കും. സാധാരണ നമ്മുടെ മൂക്ക് എന്ന് പറയുന്നത് ഇത് ഫ്ലാറ്റ് ആയിരിക്കണം. അപ്പോൾ അത് പൊങ്ങിയിരിക്കുമ്പോൾ എന്തൊരു കോസ്മെറ്റിക്കൽ പ്രോബ്ലം വരും. 2 ടിപ്പ് ബൾബസ് ആയിരിക്കും. 3 നേസലിന്റെ ബോൺ വൈഡ് ആയിരിക്കും. സോ ഇത് കൂടുതലും ഇങ്ങനത്തെ, അല്ലെങ്കിൽ നോസ് ഭയങ്കര ചെറുതായിരിക്കും. സോ ഇതെല്ലാം നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. സർജറി കഴിഞ്ഞ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യം, ഇതിന്റെ റിസൾട്ട് എക്സാക്റ്റ് ആയിട്ട് വരാൻ 3 to 6 months എടുക്കും. അതിന്റെ റീസൺ, നമ്മുടെ സ്കിൻ, ഇന്ത്യൻ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര തിക്കാണ്, യൂറോപ്യൻ സ്കിൻ ഭയങ്കര തിന്നാണ്. അതുകൊണ്ട് അവരുടെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും, പക്ഷെ നമ്മുടെ റിസൾട്ട് മെല്ലെ വരത്തുള്ളൂ. താങ്ക് യു.